മരണത്തിൻ്റെ മണിനാദം കേൾക്കുമ്പോൾ 90-ാം സങ്കീർത്തനം 1 മുതൽ 17 വരെ. ചിന്തയ്ക്കായിട്ട് 12-ാം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജീവിതഭാരം ഞെരുക്കുമ്പോൾ ധൈര്യം ഒരനുഗ്രഹമാണെന്ന് ഹെമിംഗ്വേ ഒരിക്കൽ എഴുതുകയുണ്ടായി. മാരകമായ ചില രോഗങ്ങൾ പിടിപെട്ട് മരണം മുട്ടുവിളിക്കുമ്പോൾ സാധാരണക്കാരനെ ധൈര്യം അത്രയും ചോർന്നു പോകുന്നു. ഇങ്ങനെയുള്ളവരുടെ ശിഷ്ടായുസ് ഭയത്തിൻ്റെ തടവറയായി പരിണമിക്കുന്നു. എന്നാൽ മരിക്കുവാനല്ല, ജീവിക്കുവാനാണ് നമുക്ക് ധൈര്യം ആവശ്യമുള്ളത്. പലപ്പോഴും മരിക്കുന്നതിനുള്ള ഭയമല്ല, ജീവിക്കുന്നതിനുള്ള ഭയമാണ് പരിശോധിക്കപ്പെടുന്നത്. ഡോക്ടർ മക്ഡൊണാൾഡ് വിദഗ്ധനായ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ലുക്കീമിയ പിടിപെട്ട് മരണമടഞ്ഞു. അദ്ദേഹമാകട്ടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. ജീവിതത്തിലുണ്ടാകുന്ന അത്യാഹിതങ്ങളെ നിഷേധാത്മകമായി വീക്ഷിക്കാത്ത മക്ഡൊണാൾഡ് എപ്പോഴും ഉല്ലാസവാനായിരുന്നു. രണ്ടാമത്തെ ഭാര്യയും 8 മക്കളുമുള്ള മക്ഡൊണാൾഡ് വാരാന്ത്യങ്ങളിൽ ടെന്നീസ് കളിക്കാനും നായാട്ടിന് പോകാനും സമയം കണ്ടെത്തി. യാദൃശ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിവാഹായുസ്സിൽ ഒരു കാർമേഘം ഉരുണ്ടുകൂടിയത്. തൻ്റെ ഇടത്തെ ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്ത് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്ന് എക്സ്റേ പരിശോധനയിൽ മനസ്സിലായി. മരണം ആസന്നമായിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിന് പെട്ടെന്ന് മാറ്റമുണ്ടായി. നിന്റെ ശിഷ്ടായുസിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ബോധ്യമായി. അനർഗളമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൻ്റെയും രാത്രിയിൽ സുഖമായി ഉറങ്ങുന്നതിൻ്റെയും വിലയെക്കുറിച്ച് ആരോഗ്യമുള്ളപ്പോൾ നാം ചിന്തിക്കാറില്ല. ദൈവം നൽകുന്ന ഈ അനുഗ്രഹങ്ങളുടെ ആഴം ഗ്രഹിക്കുന്നത് നാം രോഗികളായി തീരുമ്പോഴാണ്. മക്ഡൊണാൾഡ് ക്യാൻസർ രോഗിയാണെന്നറിഞ്ഞപ്പോൾ മുമ്പ് നീക്കിവെച്ചിട്ടുള്ള ജോലികൾ പലതും ചെയ്യുവാൻ തുടങ്ങി. ദ ആർട്ട് ഓഫ് സർജറി എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് രോഗിയായ ശേഷമാണ്. അഖിലാണ്ടത്തിൽ മർത്യായുസ് എത്രയോ ചെറിയ ഘടകമാണ്. വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയുസ്സിൻ്റെ ദൈർഘ്യം കണക്കാക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഹൃദയമിടിപ്പ് കൊണ്ട് ജീവിതകാലത്തെ അളക്കുന്നത് എന്തിനെന്ന് അദ്ദേഹം ചോദിക്കുന്നു. മനുഷ്യനെ നമ്പാനാവാത്ത ഹൃദയമിടിപ്പിനെ എന്തിനാശ്രയിക്കുന്നു? ജീവിതം ക്ഷണഭങ്കുരമാണോ? അത് പെട്ടെന്ന് വീണുടഞ്ഞ് നാമാവശേഷമാകുന്ന ഒന്നാണോ? തീർച്ചയായും അല്ല. മരണം ജീവിതത്തിൻ്റെ ഒരു മാത്രമാണ്. നിത്യതയോട് തട്ടിച്ചു നോക്കുമ്പോൾ ലോകജീവിതം ഹ്രസ്വമായിരിക്കുമെന്ന് മാത്രം. ഹ്രസ്വമായ ഈ ആയുസ് അനുകരണീയവും ചിരസ്മരണീയവുമായ അനുഭവങ്ങളും സ്നേഹവും നേട്ടങ്ങളും നിറഞ്ഞതായി തീരുവാൻ നാം യത്നിക്കുക. അതുമാത്രമേ കരണീയമായിട്ടുള്ളൂ. ഓർക്കണമേ, ജീവിതം കത്തിയെരിയാനുള്ള ഒരു ചെറിയ മെഴുകുതിരി മാത്രമാണ്. ഫിലിപ്പിയ ലേഖനം 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.